ഒരു രക്ഷയുണ്ടായില്ല ഗൈസ്. ഞാൻ തണുത്ത് മരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ഡയലോഗ് അടിച്ചെങ്കിലും ഞാൻ ഇത്രയും തണുപ്പായിരിക്കും, ഇത്രയും ഒരു എഫക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു രാത്രി -5 വരെയൊക്കെ പോയി. അപ്പോൾ ശരിക്കും ഇവിടെ മൊത്തം ഫ്രോസ്റ്റ്. ഇപ്പം തന്നെ കാണാം ഫുള്ള് ഇങ്ങനെ വൈറ്റ് ആയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ല മഞ്ഞ് പെയ്യേണ്ട ഒരു ടെമ്പറേച്ചറാണ്. എന്നിട്ട് ഞങ്ങൾ ഈ സമ്മറിൻ്റെ ഇതെല്ലാം കൊണ്ട് വന്നേക്കണം സ്ലീപ്പിംഗ് ബാഗ്. ആരും ഇങ്ങനെ ചെയ്യരുത്. കറക്റ്റ് ഗിയർ കൊണ്ട് വരാൻ പാടുള്ളൂ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളൊരു 10 ആയപ്പോഴേക്കും ക്യാമ്പിൽ കയറി. ബിക്കോസ് ഞങ്ങളുടെ ക്യാമ്പ് ഫയർ കെട്ടുപോയി. അപ്പോൾ ഞങ്ങളുടെ തീ കെട്ടുപോയപ്പോൾ ഞങ്ങൾക്ക് അകത്ത് കയറേണ്ട വന്നു. പക്ഷെ അകത്ത് കയറിയപ്പോൾ 10 മണിക്ക് കയറി 11 ഒക്കെ ആയപ്പോഴെങ്കിലും ഉറങ്ങിയെങ്കിലും 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. പിന്നെ ഞാൻ നേരം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3:30 വരെ ഇടവിട്ട് കരയായിരുന്നു. സത്യമായിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സഹിക്കാം, കൊതുകടി സഹിക്കാം, അല്ലെങ്കിൽ ഭക്ഷണമില്ലായ്മ സഹിക്കാം, ക്ഷീണം സഹിക്കാം, കിടക്കുമ്പോൾ മേലുവേദന സഹിക്കാം, ഇങ്ങനെ എന്ത് സാധനം, ടോയ്ലറ്റില്ലെങ്കിൽ സഹിക്കാം, ഇങ്ങനെ ടെൻറ്റിങ് ക്യാമ്പിങ് ഹൈക്കിങ് പോകുമ്പോൾ ഉള്ള എന്ത് സാധനം സഹിക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ തണുപ്പ് വരുമ്പോൾ നമുക്ക് സഹനശക്തി അല്ല എന്ന് തോന്നി എനിക്ക്. വേറെ എന്തോ വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ തണുപ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹെൽപ്ലെസ് ആയിപ്പോവും. എനിക്കുള്ള എല്ലാ ഡ്രസ്സും എടുത്തിട്ടു. 5 ലെയർ 6 ലെയർ, ഇതടക്കം 6 ലെയറും, അടിയിൽ 3 ലെയർ സോക്സ്, 2 ലെയർ ഗ്ലൗസ്, ഇതൊക്കെ ഇട്ടിട്ട് എൻ്റെ കണ്ണും മൂക്കും മാത്രം പുറത്താക്കി കിടന്നിട്ട് ഞാൻ കരയായിരുന്നു. 1:30 ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുണ്ടായില്ല. എനിക്കൊന്നും അപ്പോഴായിരിക്കാം പീക്ക് ഇതായുണ്ടാവുക. നമുക്കൊരു പെയിനാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ശരിക്കും അസുഖം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അസുഖം വന്ന് പെയിനായിട്ട് നമ്മൾ കിടക്കുമ്പോൾ ഒരു ഹെൽപ്ലെസ് ആയിട്ട് തോന്നില്ലേ, ആ ഒരു അവസ്ഥയായിപ്പോയി.